ഇന്നെ വിശ്വസിച്ച് ഈ സ്ഥലം ഇങ്ങനെ തന്നില്ല. ഞാൻ കാണിച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ പറയുന്നത്. അങ്ങനെ ലിഫ്റ്റ് വെച്ച് നടന്നു വരുമ്പോ എന്റെ സബ്സ്ക്രൈബേഴ്സ് ഞാൻ പരിചയപ്പെട്ടിരിക്കുന്നു. ഫുഡ് പോയ്സൺ അടിച്ച് ഇന്നലെ ഫുള്ള് ഇവിടെ അതിന് ഛർദി, ലൂസ് മോഷന്, തലകറക്കോ ഫുള്ള് പണിയായി. വണ്ടി ആക്സിഡന്റ് ആയിട്ടോ. എന്നാണ് കേട്ടോ ഗുജറാത്ത് തുടങ്ങുന്നേ. ഞാൻ അവിടെ വന്നത് മുതൽ എനിക്ക് ഫുള്ള് സർപ്രൈസ് ആട്ടോ. കാരണം എപ്പോഴാണ് ഗുജറാത്തില് വന്ന് തുടങ്ങിയത്. ഇൻഫിനിറ്റി നോമാഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ലഗേജ് വെച്ച അതേ റൂമിൽ തന്നെയാണ് എനിക്ക് കിട്ടിയ സ്ഥലം. ഞാൻ കാണിച്ചരാ. ഈ കാണുന്ന സ്ഥലം. പക്ഷെ പക്ഷെ ഇതൊന്നല്ല മെയിന്. ഇന്നെ വിശ്വസിച്ച് ഈ സ്ഥലം ഇങ്ങനെ തന്നില്ല. ഞാൻ കാണിച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ പറയുന്നത്. കണ്ടോ, മിഠായി, കുപ്പിവെള്ളം, ഇവിടെ മിഠായി, പൂക്കള്. ഈ കാണുന്ന ഫുള്ള് സ്വീറ്റ്സ് ആണ്. ഈ കാണുന്ന ഇത് അവിടെയുണ്ട് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഒരു കുറച്ചുപോലും ആലോചിച്ചില്ല. എൻ്റെ ആധാർ കാർഡ് മേടിച്ചിട്ടില്ല, എൻ്റെ ഒരു ID കാർഡോ പ്രൂഫോ കാര്യങ്ങളോ ഒന്നും മേടിച്ചിട്ടില്ല. ജസ്റ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ കിടന്നോ കുഴപ്പമൊന്നുമില്ല പറഞ്ഞേ. ഇന്നലെ താഴെ ഇവിടെ ഒരു 4 മണി വരെ ഉറങ്ങി. പിന്നെ മേത്തിലേക്ക് ഞാൻ പോയി ഒരു 4 മണിന്റെ ശേഷം. 4 മണിന് മുമ്പായിട്ട് തീരെ ഉറങ്ങിയിട്ടില്ല, പൊതുവടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ മുകളിലേക്ക് പോയതിന്റെ ശേഷം ഒരു 9 മണി വരെ ഉറങ്ങി. ഇപ്പൊ 10:30 ഞാൻ ഇവിടെ നേരെ ഇറങ്ങിയിട്ട് ഗുജറാത്ത് പോവാണ്. അപ്പോ ഈ കാണുന്ന ബയ്യാണ് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നത്. ആ വൈറ്റ് ഷർട്ട് ഇട്ട് മൂപ്പരൊക്കെ വീഡിയോയിൽ വരെ അധികം താല്പര്യമില്ല. അപ്പോ എന്റെ ബാഗ് അവിടെ ഉണ്ട്, ഞാൻ എടുത്തിട്ട് പെട്ടെന്ന് ഇറങ്ങാൻ പോവാം. ഇന്ത്യന്ന് ഒരു 50 റുപ്യ മേടിച്ചിട്ടുള്ളൂ കേട്ടോ. तब मेरे को देगा पैसा आके आके देना पड़ेगा ना, पेमेंट करके यार कूपन देंगे। आता राजस्थान ला पाइप हो सर कूपन पाहिजे हां फोटो कर ना है नो केरला केरला चल गया लिफ्ट का भाई मिलते हैं ओके सर बाय. എന്റെ അടുത്ത് നിന്ന് മൂപ്പരാള് വെറും 50 റുപ്യ മേടിച്ചിട്ടുള്ളൂ കേട്ടോ. ഇന്നലെ പറഞ്ഞത് 100 റുപ്യാണ്. അഥവാ ഞാൻ മൂപ്പരാൾക്ക് കൊടുത്ത് ഒരു മണിക്കാ, ഉച്ചക്ക് 1 മണിക്ക് കൊടുത്ത് അവിടെ ലഗേജ് വെച്ച് ഞാൻ അവിടെ എത്താൻ ഒരു 8 മണിയായി. അത് കഴിഞ്ഞ് ഞാൻ അവിടെ കിടന്നുറങ്ങി. നീക്കാൻ 9:30-10 മണിയായി. ഒക്കമ്പാടും കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ആകെ മേടിച്ച് 50 റുപ്യ. ഞാൻ നല്ല പ്ലാൻ ചെയ്തത് മറ്റേ ഒരു ആശ്രമമാണോ ഇവിടെ എന്താ പറയേണ്ടത് അറിയില്ല, ഒരു 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 ട്രസ്റ്റ് ആണ്. അങ്ങനെ ആളുകൾക്ക്, ഈ ടൂറിസ്റ്റുകൾക്ക് വരുന്നിട്ട് ഈ ഫാമിലി ആയിട്ട് വരുമ്പോൾ സ്റ്റേ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. പറ്റി ചീപ്പായിട്ട് ഒരു 100 റുപ്യ ബെഡ് കിട്ടും. ഞാൻ അതേനു പ്ലാൻ ചെയ്ത്. പക്ഷെ നടന്നത് വേറൊന്നേനു. ഞാനൊന്ന് പ്ലാൻ ചെയ്യും, പക്ഷെ നടന്നായാലും വലിയ മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇന്നലെ നേരത്തെ പോകണമെന്ന് വിചാരിച്ച എയർപോർട്ടിലേക്ക്. പക്ഷെ നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് ക്രൗഡ് ഉണ്ടാവേനോ. ഓരെന്നെ പറഞ്ഞ ഇറങ്ങി വരുന്നവര് നമ്മൾ കയറിയില്ലേനോ എയർപോർട്ട്. അന്നേരം ഓരെന്നെ പറയുന്നുണ്ട് നേരത്തെ വരാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ക്രൗഡ് ഉണ്ടാവുകയായിരുന്നു. ആ ക്രൗഡൊന്നും കഴിച്ചില്ലായി. നേരം വൈകിയത് കൊണ്ട് നന്നായെന്ന് വിചാരിച്ചു. അപ്പോ ചില കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ യാത്ര പഠിക്കുന്നതൊക്കെ പരമാവധി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ, അല്ലെങ്കിൽ റീൽസിലൂടെ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം ചില ടൈമിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യാത്തത് നടക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ മെമ്മറീസും കൂടുതൽ എന്താ പറയാ ഒരു ഒരു സർപ്രൈസ് നമ്മുടെ ലൈഫിലേക്ക് വന്ന് എത്തിച്ചേരാം. അപ്പൊ കൂടുതൽ എക്സ്പെക്ട് ചെയ്യണ്ട, കൂടുതൽ പ്ലാൻ ചെയ്യണ്ട, അതിന്റെ രീതിക്ക് ഫ്ലോ ചെയ്ത് പോകുക എന്നുള്ളതാണ് ഞാൻ ഇന്നലെ പഠിച്ച കാര്യം. അപ്പൊ എന്തായാലും ഇവിടെ ഞാൻ ലിഫ്റ്റ് അടിച്ച് തന്നെ പോവാ വിചാരിച്ചു. വരുമ്പോ ബസ്സിലാവുന്നേ ഞാൻ പറയാം. അപ്പൊ ഇവിടുന്ന് വല്ല ലിഫ്റ്റ് അടിച്ച് പോയിട്ട് നേരെ ഗുജറാത്ത് കയറാം. അല്ല ഞാൻ ഇപ്പൊ കാണിക്കാൻ പോകുന്നത് ഒരുപാട് വീഡിയോയില് കണ്ടാണ്, പക്ഷെ ഇതുവരെ ട്രൈ ചെയ്തില്ല. कितना होता है? 50 का 6 पीस है, 100 रुपए का खाने का मीठा होता है श्री राम कंदमूल। मैं ना टेस्ट करने के लिए 2 पीस मिलेगा? 20 रुपए का। ഓക്കെ ഓക്കെ. കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്. चलो श्री रामाचा कंदमूल। ये हेल्थ के लिए अच्छा है? शरीर में अच्छा होता है ना, इससे पेट दर्द कम होता है, पेट इतना अच्छा होता है, उसके अंदर वेट निकलता है, पेशाब में लाल पीला पेशाब साफ होता है। ठंडा चीज है, स्वीट नो. ठंडा चीज है, जमीन में आता है। चला रामाचा कंदमूल। ഇവര് കട്ട് ചെയ്യണ കാണിച്ചാ. तुम इधर का है क्या भैया? इधर ही है क्या? इधर ही रहता है, महाराष्ट्र औरंगाबाद संभाजीनगर। हाँ
इधर हम धंधे के लिए आते हैं, सोमवार के लिए। चलता है कि धंधा? तीन दिन भीड़ रहती है। मेन वीकेंड है ना, भीड़ रहता है। छुट्टी है ना, ये श्रावण है ना, छुट्टी है, कल भी छुट्टी है, संडे का, सोमवार का श्रावण रहता है। ഞാനങ്ങനെ ഇവിടെ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു അരമണിക്കൂറോളം നടത്തുന്നുണ്ട് ഏകദേശം നാഷണൽ ഹൈവേയിലേക്ക്, ഗുജറാത്ത് നാഷണൽ ഹൈവേ. അപ്പോ നടന്നിട്ട് അവിടുന്ന് ഈ കാണുന്ന റൂട്ടാണ് ഗുജറാത്തിലേക്ക്. പക്ഷെ ട്രക്ക് വല്ലതും കിട്ടണമെങ്കിൽ ഇവിടുന്ന് 2 കിലോമീറ്റർ പോകണം. എന്തായാലും നടക്കാല്ലേ ലിഫ്റ്റ് വയ്ക്കുക ചെയ്യാം. അങ്ങനെ ലിഫ്റ്റ് വെച്ച് നടന്നു വരുമ്പോ എന്റെ സബ്സ്ക്രൈബേഴ്സ് ഞാൻ പരിചയപ്പെട്ടിരിക്കുന്നു. പെട്ടെന്ന് ഞാനും കൈ എടുത്തിട്ടോ. ഞാന് എന്തായാലും യാത്രയിലല്ലേ വല്ലാണ്ട് ശ്രദ്ധിച്ചില്ല. പിന്നെ പറയാം ഞങ്ങളെ വീഡിയോ ഒക്കെ കാണലുണ്ടായിരുന്നു. എന്തായാലും ഇതിപ്പോ तुम कहाँ से हो? इधर से है क्या नासिक? बीजापुर से। बीजापुर किधर जा रहे हो? मैं गुजरात। इधर? हाँ मैं इधर से ऐसे ही जाता है। भाई ऑल इंडिया है क्या? ऑल इंडिया भाई साइकिल लेके घूमने का ना, साइकिल पे किस ट्रैवलिंग करते? साइकिल तो घूमा तो डेस्टिनेशन रहता है। ऐसा है तो तुम लोगों को मिल सकता हो। अभी वीडियो निकाल दो ना। ओ हमारा हमको लो ना, हम भी ले दादा तुम वीडियो में है। चले क्या? हाँ आओ भाई, आओ क्या? ये ओके ओके ओके। इधर चाइल्ड है, इधर किधर क्या? केरला 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 से। मैं हल्लू चलता है। मिलके बहुत खुशी हुआ। थैंक यू सो मच। ओके ഓക്കെ ബൈ. ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ. ഇങ്ങനെ ഒരു സ്ട്രേഞ്ചേഴ്സ് വന്നിട്ട് ഞാൻ നിങ്ങളെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്ന്. മലയാളീസ് ആണെങ്കിൽ പറയാം, പക്ഷെ ഇസ്ലാമ് പക്ഷെ ഇത് നാസികല്ലേ. ഇവിടെ ഇന്ത്യക്കാരൊക്കെ ഇങ്ങനെ കാണാൻ പറഞ്ഞാല് ഒരു സന്തോഷം, വേറെ ഒന്നും പറയാല്ല. ഇപ്പതാ ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ നടക്കണം എന്ന് പറഞ്ഞു കേട്ടോ, ലിഫ്റ്റ് കിട്ടാൻ ട്രക്കിലൊക്കെ. ഞാൻ അതുകൊണ്ട് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടുന്ന് ബൈക്കിൽ ലിഫ്റ്റ് വെച്ച് കിട്ടണില്ല. ഞാൻ ത്രംബകേശ്വറിന് ഏകദേശം നാസിക്കിലേക്ക് ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി 1.5 മണിക്കൂറാണ് ഞാൻ നിന്ന്. പക്ഷെ ഒരു കാര്യമില്ല, മഴ പെയ്യാനും മാത്രമല്ല ലിഫ്റ്റ് ആരും തരുന്നുമില്ല. അപ്പോൾ എന്തായാലും ഇവിടുന്ന് തന്നെ അവസ്ഥ, അധികം ഒരു ലിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും തരുന്നില്ല. എന്തായാലും നേരെ 2 കിലോമീറ്റർ നടക്കട്ടെ, അവിടുന്ന് നമുക്ക് ട്രക്കിൽ ലിഫ്റ്റ് ചെയ്താം. നിങ്ങൾ ഈ കാണുന്ന ചെറിയ ചെറിയ ദാർപ്പായിട്ട് മൂടി മറിച്ച സംഭവമല്ലേ, അതൊക്കെ ഏകദേശം ഒരു വീട് പോലെ കേട്ടോ. ഇതിന്റെ ഉള്ളിൽ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഈ കാണുന്ന ഫുള്ള് അങ്ങനത്തെ. ഏകദേശം എത്തിട്ടോ. ആ കാണുന്ന നേരാണ് ഗുജറാത്ത് ഹൈവേ പോകുന്നത്. ഇവിടുന്ന് ട്രക്കൊക്കെ പോകണ കണ്ടില്ലേ. എനിക്ക് ഇവിടുന്ന് മെല്ലെ ലിഫ്റ്റ് വെച്ച് നോക്കാം. ഞാൻ ലാസ്റ്റ് ദിവസം ഇറങ്ങിയത് ശനിയാഴ്ചയാണ് കേട്ടോ. ഇന്നിപ്പോ തിങ്കളാഴ്ച ഏകദേശം 10:15 അയക്കുന്നത്. 2 ദിവസം ഈ കാണുന്ന ഇവിടെയാണ് ഞാൻ ടെന്റ് അടിച്ചത്. കാരണം തീരെ വയ്യേന് ക്ലോക്ക് റൂമിൽ അഥവാ ലഗേജ് റൂമിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ടെന്റ് അടിക്കാൻ വിചാരിച്ചു. പക്ഷെ ഇവിടുന്ന് എനിക്ക് നൈറ്റ് അതാ ശനിയാഴ്ച ആ നൈറ്റ് എനിക്ക് ഫുഡ് തന്നവർ എനിക്ക് പൂരി എന്തോ കറിയൊക്കെ തന്നെ. പക്ഷെ തീരെ പറ്റിയില്ല, ഫുഡ് പോയ്സൺ അടിച്ച് ഇന്നലെ ഫുള്ള് ഇവിടെ അതിന് ഛർദി, ലൂസ് മോഷന്, തലകറക്കോ, ഫുള്ള് പണിയായി. പിന്നെ എങ്ങനെയോ ചെറുനാരങ്ങ ചായയിലൊക്കെ പീനട്ട് ഞാൻ എങ്ങനെയോ റെഡിയാക്കി എടുത്ത്. ഇന്നിപ്പോ കുഴപ്പമില്ലെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, ആകെ ഛർദി വരുന്ന പോലെ ഉണ്ടെന്നുള്ളൂ, ബാക്കി കുഴപ്പങ്ങളൊന്നുമില്ല. ഞാനിപ്പോ അവിടുന്ന് ലിഫ്റ്റ് അടിക്കാൻ നിൽക്കുമ്പോൾ ഭയങ്കര എനിക്ക് ലിഫ്റ്റ് തന്നിട്ടുണ്ട്. ഗുജറാത്ത് വരെ പോരാ, ഗുജറാത്തിന്റെ ആ ഒരു ബോർഡർ, പിന്നെ എനിക്ക് അവിടുന്ന് പോയാൽ മതി. കാരണം 2 ദിവസം ഞാൻ അവിടെ തന്നെ നിന്നുപോയി. അപ്പൊ ഇനിയും ഇവിടെ നിൽക്കാറുണ്ട് ശരിയല്ല, എങ്ങനെയെങ്കിലും മഹാരാഷ്ട്ര ഒന്ന് വിടണം. മഹാരാഷ്ട്ര ഏകദേശം ഞാൻ ഒരു 18 ദിവസത്തോളം ഞാൻ ഇവിടെ നിന്നിട്ടുണ്ട് എൻ്റെ മൊത്തമായിട്ടുള്ള ഒരു ട്രാവല്. പക്ഷെ എന്താ പറയാ, ഒരുപാട് നല്ല ആളുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ അബദ്ധമായ ആളുകളും കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് വരുമ്പോൾ പ്രത്യേകിച്ച് അവിടുത്തെ ഒരു ഗോവ ആയാലും കർണാടക ആയാലും അവിടുത്തെ ഒരു മൊത്തത്തിൽ ഒരു റിവ്യൂ പറയാനുണ്ട്. അപ്പോൾ ഒരുപാട് എന്താ പറയാ, ഒരുപാട് അബദ്ധമായ ആളുകൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്, അഥവാ മനുഷ്യത്വം ഇല്ലാത്ത കുറെ പൊട്ടന്മാർ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ആളുകളും കിട്ടിയിട്ടുണ്ട്. ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ രണ്ട് വശത്തുള്ള ആളുകൾ എന്തായാലും കിട്ടും. പക്ഷെ ഇവിടെ കുറച്ച് കൂടിപ്പോയി. ഒരുപാട് റോഡിലെ ആളുകളും ടൂറിസ്റ്റ് പുറത്തുനിന്ന് വന്ന അതിഥികളെ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്യാത്ത, നല്ല രീതിക്ക് റെസ്പെക്ട് കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളെ എനിക്ക് കാണാൻ പറ്റി. ഇങ്ങനെയൊക്കെയാണ് മഹാരാഷ്ട്രയുടെ അവസ്ഥ.
എന്നാലും ഞാൻ എന്തായാലും മഹാരാഷ്ട്ര ആദ്യം വിടട്ടെ, എനിക്ക് ഏകദേശം മതി അയക്കുന്നത്. ഇനിയിപ്പോ നേരെ മഹാരാഷ്ട്ര വിട്ട് ഗുജറാത്ത് പോട്ടെ, ഒരു അടുത്ത കൾച്ചറും കാര്യങ്ങളും കാണട്ടെ. ഗുജറാത്തിലെ സാപുതാറയാണ് പോവാൻ വിചാരിച്ചത്, പക്ഷെ സാപുതാറ ഹിൽ സ്റ്റേഷൻ ആണ്. ഞാൻ മഹാരാഷ്ട്ര തുടങ്ങിയത് മുതൽ അവസാനം വരെ കൂടുതലും കണ്ട ഹിൽ സ്റ്റേഷൻ ആണ്. എനിക്കിനി ഹിൽ സ്റ്റേഷൻ കാണേണ്ട ആവശ്യമില്ല, എനിക്ക് കാണേണ്ടത് ഓരോ കൾച്ചറും ഗ്രാമീണ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പൊ എന്തായാലും എന്റെ യാത്ര തുടരാണ്, ബാക്കി കാഴ്ചകളൊക്കെ കാണാൻ. ഞാൻ ഈ 2 ദിവസത്തെ ഗ്യാപ്പ് ഇട്ടിട്ട് നോക്കേണ്ട അവസ്ഥ കൊണ്ടാണ്. അപ്പൊ എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ പോട്ടെ. ഇവിടുന്നാണ് കേട്ടോ ഗുജറാത്ത് തുടങ്ങുന്നേ. പ്രത്യേകിച്ച് ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല, വെൽക്കം ടു ഗുജറാത്ത് എന്നോ അങ്ങനെ ബോർഡൊന്നുമില്ല. പക്ഷെ ഇവിടുന്നാണ് തുടങ്ങുന്നത്. വണ്ടി ആക്സിഡന്റ് ആയിട്ടോ. अभी हुआ है, आदमी को कुछ हुआ नहीं है ना? ആളിനൊന്നും പറ്റിയില്ലെന്ന് വിചാരിക്കുക. നമ്മളിതാ ചായ പിടിക്കാൻ വേണ്ടിട്ട് ഒരു സ്ഥലത്ത് നിർത്തി കേട്ടോ. എന്റെ തൊട്ട ബാക്കിലാണ്, അവിടെയാണ് വണ്ടി. മറിഞ്ഞിട്ടില്ലേ, പക്ഷെ ആളതിന്റെ ഉള്ളിലുണ്ട്. എല്ലാരും എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. എന്താ അവസ്ഥ അറിഞ്ഞൂടാ. ഈ കാണുന്ന കാഴ്ചകളാട്ടോ റോഡിന്റെ അവസ്ഥ വരുന്നത്. ഇത് ഇവിടുന്ന് തുടങ്ങുന്നതല്ല, ഫസ്റ്റ് മുതൽ അങ്ങനെ തന്നെയാണ് വരുന്നത്. നാസിക്കുന്ന ഏകദേശം വരുന്ന ഈ ഹൈവേ മൊത്തം ഈ ഒരു കണക്കിലാണ് വരുന്നത്. അങ്ങനെ ഏതോ ഭാഗത്ത് വന്ന് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നേരെ വാപ്പി പോണം, ലിഫ്റ്റ് വിളിച്ചു നോക്കാം. അങ്ങനെ കൂടുതൽ നേരം ഒന്നും കാത്തു നിന്നിട്ടില്ല, പെട്ടെന്ന് ലിഫ്റ്റ് കിട്ടി. എന്ത് പറഞ്ഞ നമുക്ക് സുരാജ്. ഇപ്പൊ സൂരജിന്റെ കൂടെ വാപ്പി വരെ പോട്ടോ. ഞാൻ എന്തായാലും ഇന്ന് വാപ്പിയിൽ നിൽക്കാൻ പോകുന്നില്ല, കാരണം മഹാരാഷ്ട്ര ഗുജറാത്ത് ബോർഡറാണ്, ആ ഭാഗത്ത് ഞാൻ നിൽക്കുന്നില്ല. നേരെ വാപ്പിന്ന് ചിലപ്പോ സൂറത്ത് ഒന്നി അതല്ലാണ്ട് വേറെ സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് പോകും. നോക്കാം ബാക്കി എവിടെ ചിലപ്പോ അവിടെ നിന്ന് ലിഫ്റ്റ് കിട്ടോ ഇല്ലേ എന്താന്നൊക്കെ നോക്കി അറിയാം. ഈ കാണുന്നതൊക്കെ കെമിക്കൽ ഫാക്ടറീസ് ആട്ടോ കൂടുതലും. ഇവിടെ ഒരുപാട് കെമിക്കൽ ഫാക്ടറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്തടുത്തായിട്ട്. ഞാൻ പോവാൻ പോകുന്നത് സൂറത്തിലേക്കാട്ടോ. ആ കാണുന്നതാണ് നാഷണൽ ഹൈവേ. ഞാൻ അങ്ങോട്ടേക്ക് ലിഫ്റ്റ് അടിക്കാൻ പോവാണ്. ഇവിടുന്ന് ആദ്യം ക്രോസ് ചെയ്യട്ടെ. എനിക്ക് ഇവിടെ അധികം നേരം കാത്തിക്കേണ്ടി വന്നില്ല, എനിക്ക് ഏകദേശം ലിഫ്റ്റ് കിട്ടി. ഞാൻ ഇവിടുന്ന് നേരെ പോകുന്നത് സൂറത്താണെങ്കിലും ഞാൻ ഇപ്പൊ ഇവിടുന്ന് ടോൾ പാസ് വരെയാണ് പോണത്. ടോൾ പാസ് എനിക്ക് പെട്ടെന്ന് കിട്ടും, കാരണം ഇവിടെ ഭയങ്കര റഷാണ്, സിറ്റിയാണ്. ഏകദേശം പെട്ടെന്ന് കൂടുതൽ വെഹിക്കിൾ അങ്ങനെ നിർത്താൻ ചാൻസ് കുറവാ. അപ്പൊ ഞാൻ നേരെ ടോൾ പാസ് പോയിട്ട് അവിടുന്ന് പിടിക്കാനും ഒരു ഇതാണ്. അപ്പൊ ഊബറാണ് ഹെൽപ്പ് ചെയ്തിട്ട് ജയ്. അപ്പൊ ജയ് പ്രകാശ് പട്ടേൽ ജയ്. അപ്പൊ ഊബറാണ് എനിക്ക് ഹെൽപ്പ് ചെയ്തത്. പിന്നെ എന്തായാലും ടോൾ പാസ് പോയിട്ട് അവിടെ നേരെ സൂറത്ത് പിടിക്കാം. ഞാൻ ടോൾ പാസിലല്ല ഇറങ്ങി, ടോൾ പാസ് ഏകദേശം ഈ ബ്രിഡ്ജിന് അങ്ങോട്ടായിട്ടാണ്. ഞാൻ ഇവിടുന്ന് ലിഫ്റ്റ് അടിക്കാന്ന് വിചാരിച്ച്. അങ്ങനെ ഇന്നെന്തായാലും എനിക്ക് ഫുള്ള് കാറിൽ തന്നെയാണ് ലിഫ്റ്റ് കൂടുതലും കിട്ടുന്നത്. ഞാൻ ചോദിക്കുന്നതല്ല, ഇങ്ങോട്ടേക്ക് വന്നിട്ട് നീ എങ്ങോട്ടാ പോകുന്നത് അതുവരെ ആക്കി തരാറുണ്ട്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയൊക്കെ തന്നെ കിട്ടുന്നത്. Yeah. So I am Saurashtrian Parsi by faith. Okay. We are Persians. This is our sacred town, Nuada, Okay. and I live there. Okay. You visited Kerala, right? Yeah, Uh, very lovely place. okay. I have been to the houseboat and everything. Okay. I like everything. Yes. I covered up the entire Kerala. Okay. കേരളം മൊത്തത്തിൽ ട്രാവൽ ചെയ്ത ആളാട്ടോ. Do you want to say something, my followers, like about Kerala people's food and anything? I like the food part very much, especially when they're sowing the banana leaves and all. Yeah. There is a restaurant on the top floor, so I forgot the name, Okay. but there's some very delicious food. Okay. And of course, I enjoyed the sea also. Okay. അപ്പൊ എന്തായാലും where we going? Valsad, right? Yeah, Valsad. വൽസാഡിലേക്കാണ് പോകുന്നത്. വൽസാഡ് കഴിഞ്ഞിട്ട് അവിടുന്ന് ലിഫ്റ്റ് വെച്ച് വെക്കാം. ഇനി വേറെ ആരെങ്കിലും കാറ് ലിഫ്റ്റ് ഇട്ടോ നോക്കാം നമുക്ക്.
ഞാൻ പറഞ്ഞില്ല ഇന്ന് കൂടുതലും കേരള. Can I vlog? Can I vlog? Okay, okay, okay. എങ്ങനെ നോക്കിയാലും എങ്ങനെ നോക്കിയാലും ലാസ്റ്റ് എനിക്ക് കാറിൽ തന്നെയാണ് ഏകദേശം ലിഫ്റ്റ് കിട്ടുന്നത്. ഇവിടെയുള്ള ആളുകൾ അത്യാവശ്യം നല്ല രീതിക്ക് സ്നേഹം കേട്ടോ, ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ അവിടെ ലിഫ്റ്റ് അടിക്കാന് അന്നേരം എന്നോട് ചോദിച്ചു വരുന്നുണ്ടോന്ന്. അങ്ങനെ എനിക്ക് സുഹൃത്ത് അതിൽ ലിഫ്റ്റ് കിട്ടി. ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി കാഴ്ചകളെ കാണാം. ഞാനങ്ങനെ സൂറത്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ലാസ്റ്റ് കയറിയ വണ്ടിയിലില്ല, എനിക്ക് സൂറത്ത് വരെ അഥവാ ഒരു 70 കിലോമീറ്ററോളം എനിക്ക് ലിഫ്റ്റ് കിട്ടി. പിന്നെ എനിക്ക് ലിഫ്റ്റ് തന്ന ആളുകളല്ലേ ഒരു ലോയറാണ്. നല്ലോണം നമ്മൾ സംസാരിച്ച് ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കുറെ ഇൻഫർമേഷനൊക്കെ അറിയാൻ പറ്റി. എന്തായാലും ഇപ്പൊ സൂറത്തിലല്ലേ, ഇവിടെ നേരെ മെയിൻ സിറ്റി അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ടെന്റ് അടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്താ അവസ്ഥ എന്നൊക്കെ നോക്കാം. ഞാൻ അവിടെ വന്നത് മുതൽ എനിക്ക് ഫുള്ള് സർപ്രൈസ് ആട്ടോ. കാരണം എപ്പോഴാണ് ഗുജറാത്തിൽ വന്ന് തുടങ്ങിയത് അപ്പൊ മുതൽ എനിക്ക് ലിഫ്റ്റോട് ലിഫ്റ്റാണ്. എപ്പോഴാണോ ഞാൻ വന്നു തുടങ്ങിയത് അപ്പൊ മുതൽ എനിക്ക് സർപ്രൈസോട് സർപ്രൈസാണ്. കാരണം ആരാണെങ്കിലും ലിഫ്റ്റ് തരാനാണെങ്കിൽ ഞാൻ പറയില്ലേ 3 പ്രാവശ്യം കാറിൽ വന്ന് പിന്നെ ഇവിടെ വന്ന ഇറങ്ങി മെയിൻ സിറ്റിയിലേക്ക് എത്താൻ അത് ഞാൻ ഒന്ന് ചോദിച്ചതല്ല, എനിക്ക് കിട്ടിയ ലിഫ്റ്റ് ഗുജറാത്തിൽ വന്നതിന് ശേഷം ഞാൻ ചോദിച്ച ഒരു ലിഫ്റ്റും ഞാൻ ചോദിച്ചതല്ല, എനിക്ക് ഇങ്ങോട്ട് തന്നതാണ്. ഞാൻ സൂറത്തിൽ എനിക്ക് മറ്റേ കപ്പിൾസ് എനിക്ക് എന്താ പറയാ അവിടെ സൂറത്തിൽ ഇറക്കി തന്ന് അതിന് ശേഷം ഇന്ന് 2 ആളുകൾ ഇന്നെ അന്വേഷിക്കുക എവിടുന്നാണ്. ഞാൻ പറഞ്ഞ കേരളത്തിൽ നിന്നാണ് കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞപ്പോ ഒരു കുറച്ച് ദൂരമാക്കി തന്ന്. ഇന്നൊരാളെ കണ്ട് ഞാൻ പറഞ്ഞ ഫുഡൊന്നും കഴിച്ചിട്ടില്ല രാവിലെ മുതൽ. അപ്പൊ ഒരു നല്ലൊരു ഫുഡ് സ്പോട്ട് ഒരു പറഞ്ഞു, പക്ഷെ തുറന്നിട്ടില്ല. ഒരു 6 ആവുമെന്ന് പറഞ്ഞു. എന്തായാലും ഇപ്പൊ 6:19 എന്താ 6:20 ആയിട്ടേ ഉള്ളൂ. അപ്പോ എല്ലാ ആളുകളും കാര്യം അന്വേഷിക്കുന്നത് മാത്രമല്ല, അന്നെ ആരെങ്കിലും എന്തേ പറഞ്ഞോ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ, മോശമായിട്ട് എന്തെങ്കിലും എനിക്ക് അനുഭവം ഉണ്ടായോ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. സത്യം പറയാലോ, മഹാരാഷ്ട്രയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്ന് ഈ ആളുകളൊക്കെ എങ്ങനെ ചെയ്യുമ്പോ ഒരു വേറെ തന്നെ ഒരു ഷോക്കാണ്. ഇതപ്പൊ ഇവരാണെങ്കിലും ഹായ് ബോൾട്ടോ സപ്പോർട്ട് ഫോളോ സബ്സ്ക്രൈബ് കണ്ടോ അത്രമാത്രം സപ്പോർട്ടാണ് ഇവിടുത്തെ ആളുകള്. ഞാൻ എന്തായാലും ഇവിടെ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചതിന്റെ അതൊന്നും കഴിച്ചില്ല കേട്ടോ. രാവിലെ ഒരു ചായ കുടിച്ച് ബിസ്ക്കറ്റ് കഴിച്ച് പിന്നെ ഒരു ലിഫ്റ്റ് അടിച്ചപ്പോ അവിടുന്ന് ഒരു കക്കിരി എന്ന് വേറെ ഒന്നും കഴിച്ചിട്ടില്ല. നല്ല വിശപ്പ് പറഞ്ഞു, നല്ല വിശപ്പുണ്ട്. ഇപ്പൊ 6:20 അപ്പൊ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാഴ്ചകളൊക്കെ മിക്കവാറും ഇവിടെ ഒന്നിലെ ടെന്റ് അടിക്കും, ചിലപ്പോ നോക്കാം എന്താ അവസ്ഥ. ഞാനിങ്ങനെ ഫുഡൊക്കെ കഴിച്ചാൽ അതിന് ശേഷം ഒരു ഡോർമെറ്റ് എടുത്തിട്ടുണ്ട്. നല്ല ക്ഷീണമുണ്ട്, കാരണം ഇന്നലെ അല്ലെങ്കിൽ വീഴാനല്ലോ അതിൻ്റെ ഒരു ചെറിയ ക്ഷീണവും കാര്യങ്ങളും ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ എടുത്തതല്ലേ ഡോർമെട്രി. ഞാൻ മുംബൈയിൽ ഒരു മലയാളിനെ പരിചയപ്പെട്ട് വരുന്നില്ലേ, അപ്പോൾ മൂപ്പരാളി എനിക്ക് എടുത്തെന്നാണ് ഈ കാണുന്ന റൂം. ഞാൻ റൂം കാണിച്ചു തരാം. കാണുന്നതാണ് ഞാൻ അടുത്ത ഡോർമെട്രി. ഞാനിപ്പോ എനിക്കിത് കുളിക്കാണ്ട്, ഒന്ന് കുളിച്ച് ഒന്ന് തിരുമ്പി വന്ന സുഖത്തിൽ ഒന്ന് കടന്നുറങ്ങട്ടെ. ഇനി എന്തായാലും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.